നിങ്ങൾ ഒരു ഇലക്ട്രിക് വാഹനം ഓടിക്കുന്ന ആളാണോ? എങ്കിൽ ബാറ്ററി തീർന്നാൽ എന്ത് ചെയ്യുമെന്നുള്ള ഉത്കണ്ഠ നിങ്ങൾ തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ദൂരയാത്ര ചെയ്യുമ്പോൾ ചാർജിങ് സ്റ്റേഷനുകൾ കണ്ടെത്താനുള്ള നെട്ടോട്ടം, ദീർഘനേരം കാത്തിരുന്ന് വണ്ടി ചാർജ് ചെയ്യേണ്ടി വരുന്ന മടുപ്പ്, ചാർജിങ് സ്റ്റേഷൻ, പ്ലഗ്, വയർ, ഇനി അതെല്ലാം ഓർമ്മകൾ മാത്രമാണ്. ഇതാണ് ഭാവിയുടെ യാത്ര. ഇലക്ട്രിക് റോഡ് സിസ്റ്റം. റോഡിൽ തന്നെ ഒരു ചാർജർ. നിങ്ങളുടെ വാഹനം റോഡിലൂടെ ഓടുമ്പോൾ തന്നെ അത് താനെ ചാർജ് ആകുന്നൊരു മാജിക് റോഡ്. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. കാരണം ഈ മാജിക് റോഡ് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. റോഡുകളെ മൊബൈൽ ചാർജിംഗ് പോയിന്റുകളാക്കി മാറ്റുന്ന ഇലക്ട്രിക് റോഡുകൾ എന്ന വിപ്ലവകരമായ ആശയത്തെക്കുറിച്ചാണ് ഞാനിത് സംസാരിക്കുന്നത്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു റോംബസ് സയൻസ്. എന്താണ് ഇലക്ട്രിക് റോഡ് സിസ്റ്റം അഥവാ ERS കൊണ്ടുള്ള മെച്ചങ്ങൾ? വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും പാർക്കിങ്ങിലും വാഹനം ചാർജ് ചെയ്യപ്പെടുന്നു. റേഞ്ച് ഉണ്ടാകുമോ എന്ന ഉത്കണ്ഠ ഒഴിവാകുന്നു. വലിയ ബാറ്ററിയുടെ ആവശ്യം ഇല്ലാതാകുക വഴി വാഹന വില ഗണ്യമായി കുറയും. ഒപ്പം പരിസ്ഥിതി സൗഹൃദമാവുകയും ചെയ്യുന്നു. അങ്ങനെ കൂടുതൽ ആളുകൾ EVയിലേക്ക് മാറാൻ അത് പ്രോത്സാഹനമാകും. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് റോഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നോക്കാം. ഒരു വാഹനത്തിനും അത് സഞ്ചരിക്കുന്ന റോഡിനുമിടയിൽ വൈദ്യുതി കൈമാറ്റം അനുവദിക്കുന്ന ഒരു സംവിധാനമാണ് ഇലക്ട്രിക് റോഡ്. ഇതിനെ റോഡ്, ഹൈവേ അല്ലെങ്കിൽ ഇലക്ട്രിക് റോഡ് സിസ്റ്റം എന്നിങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ചാർജിങ് എങ്ങനെ നടക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ഈ റോഡുകളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന്, ഓവർഹെഡ് കണ്ടക്റ്റീവ്. ഈ തരത്തിലുള്ള ചാർജിങ്ങിൽ ഒരു പാൻറ്റോഗ്രാഫ് വഴി ഓവർഹെഡ് ലൈനുകളിൽ നിന്ന് വാഹനത്തിലേക്ക് തുടർച്ചയായി വൈദ്യുതി പ്രവഹിക്കുന്നു. ഒരു ഇലക്ട്രിക് ട്രെയിനിൽ വൈദ്യുതി കൈമാറ്റം ചെയ്യപ്പെടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതേപോലെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇലക്ട്രിക് ലൈനുകളിൽ എത്താൻ തക്ക ഉയരമുള്ള ട്രക്കുകൾക്കും ബസ്സുകൾക്കും ഓവർഹെഡ് കണ്ടക്റ്റീവ് ചാർജിങ് വളരെ അനുയോജ്യമാണ്. രണ്ടാമത്തെ ടൈപ്പ് റോഡിൽ നിന്നുള്ള കണ്ടക്റ്റീവ് പവർ ട്രാൻസ്ഫർ. പാൻറ്റോഗ്രാഫിന് പകരം റോഡ് ഉപരിതലത്തിൽ ഉൾച്ചേർത്ത റെയിലുകളിലൂടെ വാഹനത്തിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്നു. ഇത് ഓവർഹെഡ് കണ്ടക്റ്റീവ് ചാർജിങ്ങിന് സമാനമാണ്. ഒരു ഓൺബോർഡ് മെക്കാനിക്കൽ ആം കണ്ടക്റ്റിംഗ് റോഡ് റെയിലുമായി നിരന്തരം സമ്പർക്കത്തിലായിരിക്കും. അങ്ങനെ വൈദ്യുതി റോഡിൽ നിന്ന് വാഹനത്തിലേക്ക് പ്രവഹിക്കുന്നു. മൂന്നാമത്തെ ടൈപ്പ് റോഡിൽ നിന്നുള്ള ഇൻഡക്റ്റീവ് പവർ ട്രാൻസ്ഫർ. ഇതൊരു വയർലെസ് പവർ ട്രാൻസ്മിഷൻ ടെക്നോളജിയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വയർ കുത്തണമെന്നില്ല. ഒരു ചാർജിങ് പാഡിൻ്റെ മുകളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വയറുകളൊന്നുമില്ലാതെ തന്നെ അത് ചാർജ് ചെയ്യപ്പെടുന്നു. ഈ ചാർജിങ് പാഡിൽ ഒരു കോയിലുണ്ടായിരിക്കും. ഈ കോയിലിലൂടെ ഹൈ ഫ്രീക്വൻസിയുള്ള കറണ്ട് കടത്തിവിടും. ഇതേപോലൊരു കോയിൽ മൊബൈൽ ഫോണിലുണ്ടായിരിക്കും. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയുള്ള വൈദ്യുതി ചാർജിങ് പാഡിലൂടെ കടന്നു പോകുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ച് ഈ മൊബൈൽ ഫോണിലെ കോയിലിലേക്ക് വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഈ വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് മൊബൈലിലെ ബാറ്ററി ചാർജ് ചെയ്യപ്പെടുന്നത്. ഇതേ സംഗതി തന്നെയാണ് റോഡിലും നമ്മൾ ഉപയോഗിക്കുന്നത്. ഗ്രിഡിൽ നിന്നുള്ള വൈദ്യുതി ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള AC പവറായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഇതൊരു കാന്തിക ക്ഷേത്രം സൃഷ്ടിക്കുന്നു. ആ കാന്തിക ക്ഷേത്രം ചേഞ്ച് ചെയ്യുന്നതായിരിക്കും, ഫ്ലക്ച്വേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. വാഹനത്തിനടിയിലെ കോയിലുകളിലേക്ക് ഇവയ്ക്ക് വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇതാണ് വയർലെസ് ചാർജിങ്. ഈ വയർലെസ് ചാർജിങ് വയേർഡ് ചാർജിങ് പോലെ അത്ര എഫിഷ്യൻ്റ് അല്ല. കാരണം മാഗ്നറ്റിക് ഫീൽഡ് കപ്പിൾ ചെയ്യുന്നത് ടൈറ്റ് ആയിരിക്കില്ല. അപ്പോൾ കുറച്ച് മാഗ്നറ്റിക് എനർജി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ സാങ്കേതിക വിദ്യയിൽ ഏതെങ്കിലും ഒന്ന് സജ്ജീകരിച്ചിരിക്കുന്ന റോഡിലൂടെ ഒരു കാറോ ട്രക്കോ സഞ്ചരിക്കുമ്പോൾ ഊർജം നേരിട്ട് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലേക്ക് കടക്കുന്നു.
ലോകത്തെ ഇലക്ട്രിക് റോഡ് പരീക്ഷണങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതമായി തോന്നാമെങ്കിലും ലോകത്ത് പല ഭാഗങ്ങളിലും ഈ സാങ്കേതികവിദ്യ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് റോഡുകൾക്ക് തുടക്കമിട്ട രാജ്യങ്ങളിലൊന്നാണ് സ്വീഡൻ. പൊതു റോഡുകളിൽ ഇലക്ട്രിക് ഹൈവേകൾ പരീക്ഷിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യങ്ങളിലൊന്നാണിവർ. ട്രക്കുകളും ബസ്സുകളും പോലുള്ള വലിയ ചാർജിംഗ് വാഹനങ്ങൾക്കായി കണ്ടക്റ്റീവ് ചാർജിംഗ് സിസ്റ്റമാണ് അവർ പരീക്ഷിക്കുന്നത്. സ്റ്റോക്ക്ഹോമിനടുത്ത് ഒരു ഹൈവേയിൽ 2 കിലോമീറ്റർ ദൂരത്തിൽ ഇലക്ട്രിക് റോഡ് സ്ഥാപിച്ചു. ERS ഉപയോഗിക്കുന്ന മറ്റൊരു രാജ്യമാണ് ഇറ്റലി. മിലനിനടുത്ത് ആരിയ ഹൈവേയിൽ അരീന ഓഫ് ദ ഫ്യൂച്ചർ എന്ന പേരിൽ 1.5 കിലോമീറ്റർ റോഡ് നിർമ്മിച്ച് പരീക്ഷണം നടത്തുന്നുണ്ട്. ഈ ഇൻഡക്റ്റീവ് ചാർജിംഗ് സിസ്റ്റം 120 km/h പോകുന്ന വാഹനങ്ങൾ പോലും ചാർജ് ചെയ്യാൻ പര്യാപ്തമാണ്. അരീന ഓഫ് ദ ഫ്യൂച്ചർ ഒരു വയർലെസ് പവർ ട്രാൻസ്മിഷൻ ടെക്നോളജിയാണ്. ഗ്രിഡിൽ നിന്നുള്ള AC പവർ DC ആക്കി മാറ്റിയ ശേഷം അതിനെ ഹൈ ഫ്രീക്വൻസി AC ആക്കി മാറ്റുന്നു. ഇത് ബിറ്റുമിനുള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചാർജിംഗ് കോയിലുകളിലേക്ക് കണക്ട് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ച് വാഹനം കടന്നു പോകുമ്പോൾ അതിലെ കോയിലിലേക്ക് വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. മറ്റൊരു രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അവിടുത്തെ ഡെട്രോയിറ്റ് എന്ന നഗരത്തിൽ ഇലക്ട്രിക് റോഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഡെട്രോയിറ്റിലെ മിഷിഗൻ സെൻട്രൽ സ്റ്റേഷന് സമീപം ഇൻഡക്റ്റീവ് ചാർജിംഗ് റോഡ് സ്ഥാപിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞു. പക്ഷെ 1 മൈൽ റോഡിന് വേണ്ടി വന്ന ചിലവ് $2 മില്യൺ. അതേപോലെ തന്നെ ഇസ്രായേൽ ടെൽ അവീവിൽ ഒരു ബസ് ലൈനിൽ ഇമോഷൻ എന്ന പേരിൽ ഇലക്ട്രിക് റോഡ് സാങ്കേതികവിദ്യ പരീക്ഷിച്ച് ബസ്സുകൾ ഓടുമ്പോൾ തന്നെ ചാർജ് ചെയ്യുന്ന സംവിധാനം പൊതുഗതാഗതത്തിന് വലിയ മുതൽക്കൂട്ടാവുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ദക്ഷിണ കൊറിയ. ഗുമി നഗരത്തിൽ ബസ്സുകൾക്കായി ഓൺലൈൻ ഇലക്ട്രിക് വെഹിക്കിൾ OLEV എന്ന സംവിധാനം സ്ഥാപിച്ചു. 12 കിലോമീറ്റർ റോഡിൽ 25% റോഡ് മാത്രമേ ഇലക്ട്രിഫൈ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും ബസ്സുകൾക്ക് മുഴുവൻ റൂട്ടും സഞ്ചരിക്കാൻ ആവശ്യമായ ചാർജ് ലഭിച്ചു. ഈ ഇലക്ട്രിക് റോഡ് സിസ്റ്റത്തിൻ്റെ വിശ്വാസ്യത, സസ്റ്റൈനബിലിറ്റി ഇവ പിന്തുണയ്ക്കാനുള്ള ലൈവ് ഡാറ്റകളൊന്നും ഇപ്പം നിലവിലില്ല. പാൻഡോഗ്രാഫ് ഇതിന് ഏതാണ്ട് 100 വർഷത്തെ പഴക്കമുണ്ട്. പക്ഷെ മറ്റെല്ലാ ചാർജിങ് സാങ്കേതികവിദ്യകളും നൂതനവും ഇനിയും മെച്ചേർഡ് ആകേണ്ടവ കൂടിയാണ്. ഈ ഹൈവേകൾ ചിലവേറിയതാണ്. ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുന്നതിന് ഒപ്പം വൈദ്യുത ലൈനുകൾ സ്ഥാപിക്കുന്നതിനും അവ പരിപാലിക്കുന്നതിനും വളരെ ഗണ്യമായ നിക്ഷേപം ആവശ്യമാണ്. ഇവ നടപ്പിലാക്കുമ്പോൾ നിലവിലുള്ള ട്രാഫിക് ദീർഘകാലത്തേക്ക് തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒരു ഡൈനാമിക് ഇൻഡക്റ്റീവ് സിസ്റ്റം 100 മീറ്റർ സ്ഥാപിക്കുന്നതിന് 3 ആഴ്ച എടുക്കുമെന്നും ഒരു കണ്ടക്റ്റീവ് ഓവർഹെഡ് സിസ്റ്റം 10 കിലോമീറ്റർ സ്ഥാപിക്കാൻ 1 മാസം എടുക്കുമെന്നുമാണ് പഠനങ്ങൾ കാണിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ പോലുള്ള സ്ഥലങ്ങളിൽ അതിർത്തി കടന്നുള്ള സഹകരണം വളരെ അത്യാവശ്യമാണ്. കാരണം ആ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന ട്രക്കുകൾക്ക് റോഡുകൾ ഉപയോഗിക്കുന്നതിന് ഒരേ സാങ്കേതിക വിദ്യ തന്നെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഏത് തരത്തിലുള്ള വാഹനത്തിനും ഇലക്ട്രിക് റോഡുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ചാർജ് ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് ERSൻ്റെ ചലഞ്ചസ് എന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വമ്പൻ നിർമ്മാണ ചെലവ്, അതാണ് ഇത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. റോഡുകൾ മുഴുവൻ വൈദ്യുതീകരിക്കാൻ ഭീമമായ തുക ചെലവാകും. ഇതൊരു വലിയ സാമ്പത്തിക വെല്ലുവിളിയായിരിക്കും. മറ്റൊന്ന് അതിൻ്റെ സാങ്കേതിക സങ്കീർണതയാണ്. നിലവിലുള്ള റോഡ് സംവിധാനം മാറ്റി പുതിയ സംവിധാനം സ്ഥാപിക്കുന്നത് വളരെ സങ്കീർണമായൊരു പ്രക്രിയയാണ്. കാര്യക്ഷമത നഷ്ടമാണ് മറ്റൊന്ന്. വയർലെസ് ചാർജിങ്ങിൽ സാധാരണ ചാർജിങ്ങിനേക്കാൾ ഊർജ നഷ്ടം സംഭവിക്കുന്നുണ്ട്. മറ്റൊന്ന് പൊതുവായ സ്റ്റാൻഡേർഡ് രൂപകൽപ്പന ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത. വ്യത്യസ്ത വാഹന നിർമ്മാതാക്കൾക്ക് ഒരുപോലെ ഉപയോഗിക്കാവുന്ന
ഒരു പൊതുവായ ചാർജിങ് സ്റ്റാൻഡേർഡ് മാനദണ്ഡം ഇനിയും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അവസാനമായിട്ട് അതിൻ്റെ സുരക്ഷയും പരിപാലനവുമാണ്. റോഡുകളിൽ വൈദ്യുതി സംവിധാനം സ്ഥാപിക്കുന്നത് സുരക്ഷാപരമായ ചില വെല്ലുവിളികൾ നേരിടുന്നു. അതുപോലെ അറ്റകുറ്റപ്പണിയുടെ കാര്യത്തിലും തീർച്ചയായിട്ടും വെല്ലുവിളികളുണ്ടാകും. ഇനി ഭാവി എന്തായിരിക്കുമെന്ന് നോക്കാം. ചെലവ് വലിയൊരു വിഷയമാണെങ്കിലും ഇലക്ട്രിക് റോഡുകൾക്ക് നമ്മുടെ ഗതാഗത സംവിധാനത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ കഴിയും. ദീർഘദൂര ബസ്സുകൾ, ട്രക്കുകൾ, പൊതുഗതാഗത വാഹനങ്ങൾ എന്നിവയ്ക്ക് ഇത് വലിയ സഹായകമാകും. കാരണം അവർക്ക് നിരന്തരം ചാർജ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകും. അത് ഒഴിവായി കിട്ടും. കൂടാതെ ഭാവിയിൽ സ്വയം ഓടുന്ന കാറുകൾ, അതായത് ഓട്ടോണമസ് വെഹിക്കിൾ, ഇവ വരുന്നതോടെ അവയ്ക്ക് ചാർജ് ചെയ്യാൻ മനുഷ്യൻ്റെ ഇടപെടൽ ആവശ്യമില്ലാതെ തന്നെ റോഡുകളിൽ നിന്ന് നേരിട്ട് ചാർജ് സ്വീകരിക്കാൻ കഴിയും. ഇത് വലിയൊരു കുതിച്ചുചാട്ടമായിരിക്കും. തുടക്കത്തിൽ പ്രധാന ഹൈവേകളിലും തിരക്കേറിയ റോഡുകളിലും ഇലക്ട്രിക് റോഡുകൾ സ്ഥാപിക്കുകയും ക്രമേണ അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുറഞ്ഞത് ഒരു 10-15 വർഷത്തിനുള്ളിൽ ഈ സാങ്കേതികവിദ്യ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറാനുള്ള വലിയ സാധ്യതകളാണ് ഉള്ളത്. ഇലക്ട്രിക് റോഡുകൾ തീർച്ചയായും ഗതാഗതത്തിൻ്റെ ഭാവി തന്നെയാണ്. പെട്രോൾ പമ്പുകൾക്ക് പകരം റോഡുകൾ തന്നെ ചാർജിങ് സ്റ്റേഷനുകളാകുമ്പോൾ നമ്മുടെ യാത്രകൾ കൂടുതൽ സുഗമവും പരിസ്ഥിതി സൗഹൃദവുമായിരിക്കും. ഈ സാങ്കേതികതയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ദയവായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.